സലാമലൈക്കും ചങ്കാളെ എന്നെ സ്നേഹിക്കുന്ന മുത്തുമണികളെ നമ്മളിന്ന് ബീറ്റ്റൂട്ടിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കട്ടെ മൂത്ത് അത് എന്താണ് നിങ്ങൾക്ക് കാണുന്നത് നമ്മളിത് നന്നാക്കും ഇപ്പോൾ ചത്തട്ടോ ചെത്തിയിട്ട് നമ്മളിത് തോലൊക്കെ ചെത്തിയിട്ട് ഇതിൻ്റെ നീര് നമ്മളെടുക്കും എന്നിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതിപ്പോൾ നമ്മൾ ചെത്തിയിട്ട മക്കളെ ചെത്തിനാണ് നമ്മളിത് ചെറിയ കഷ്ണം ഇത് പോരത്തണം കത്തിയോണ്ട് ചെറിയ കണ്ടാക്കിയാൽ മതി. മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് പിടിക്കണം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കാട്ടി എളുപ്പമുണ്ട് കണ്ടോ. ഇങ്ങനെ കാട്ടി നമുക്ക് ചത്തിയാൽ നമുക്ക് മിക്സിയിൽ നല്ലോണം അടി അപ്പോൾ ഇതിൻ്റെ നീര് കിട്ടും നമുക്ക്. ഇത് നമുക്ക് നീരെടുത്തിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ മക്കളെ വരതിട്ടോ രണ്ടെണ്ണം മണം അതിൻ്റെ നീര് കിട്ടൂല. രണ്ടെണ്ണം മണം കണ്ടോ, രണ്ടെണ്ണം വരതി നമ്മൾ. ഇനി ഇതിൻ്റെ നീര് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് നമ്മൾ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പിയിലോ അടിക്കുക. എന്നിട്ട് തീ വെച്ചുകൊണ്ട് നമ്മൾ ഇളക്കി കുറുക്കിയിട്ട് ആക്കി കാട്ടി തന്നെ പറ്റും. ഇപ്പോൾ കണ്ടോ മിക്സിക്ക് തുള്ളി വെള്ളം കൂട്ടിയത് കേട്ടോ. ഇതിൻ്റെ നീര് തന്നെ ഉണ്ടാവും. എമ്പാടും ഇതിൻ്റെ നീരുണ്ടോ. വെള്ളം കൂട്ടിയത് വെള്ളം കൂട്ടാൻ പറ്റൂല മക്കളെ. കണ്ടോ നല്ലോണം അടിഞ്ഞു. ഇനി നമുക്കിത് അരിച്ചാണ്. അത് നമ്മൾ അരിച്ചോട്ടോ മക്കളെ. ഇത് നമ്മൾ അരിച്ചിട്ട് ഇതിൽ കരടും കുറുമ്പും ഒന്നും കൂടരുത്. ഇതിൻ്റെ നീര് കണ്ടകൾ കണ്ടോ, ഇതിൻ്റെ നീരാണത്. ഇത് കൊണ്ട് അരിച്ചെടുത്തിട്ട് ഉണ്ടോ നല്ലോണം പിഴിഞ്ഞെടുക്കുക. നീര് കിട്ടുന്നിടത്തോളം അങ്ങോട്ട് പിരിക്കുക ഉണ്ടോ. എന്നിട്ട് നമുക്ക് പൊന്നാരഞ്ച് സംഘങ്ങളെ കൊണ്ടൊരു പണി കാട്ടി. കരടും കുറുമ്പൊന്നും കൂടാൻ പാടില്ല, പച്ചവെള്ളം കൂട്ടാനും പാടില്ല. ചിന്തി അടുത്തു ഉണ്ടകൾ ഇതിലെ. ഇനി നമുക്ക് ഇത് ഫാനിലാണ് വെച്ചിട്ട് പറ്റിയിട്ട് കണ്ട ഈ അരി പൊടിച്ച പൊടി ഇട്ട് വെച്ചൊക്കെ പാത്രത്തിലായിട്ട് ഈ അരിപ്പൊടി ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേക്കണം അടി പൊടിച്ചത്. ഒരു എണ്ണൂച്ചൊക്കെ ഒരു സ്പൂൺ ഇട്ടു, രണ്ടാമത്തെ സ്പൂൺ 2 പാത്രം അരിപ്പൊടി. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇളക്കുക. ഇതിൽ അടി പറ്റരുത്. അടി പറ്റിയാൽ കട്ട കുടിച്ചു കുടിച്ചാൽ നമ്മളത് നമുക്ക് മുഖത്ത് കട്ടിയായി കണ്ടോ. എന്നിട്ട് മാങ്ങി വെക്കുക. ഇങ്ങനെ ആയിട്ട് നമ്മളിതിന് ഒരു ലേശം എടുക്കുക. ഒരു ഇത്ര പോലെ എടുക്കുക ഒരു പാത്രത്തിൽ. എന്നിട്ട് ആയിട്ട് നമ്മൾ തൈരിട്ടാലും പാടില്ല, ഈ അച്ചാർവായിൻ്റെ ജെല്ല് ഇട്ടാലും പാടില്ല. അപ്പോൾ ഞങ്ങൾക്ക് മൂത്തിട്ട് കാട്ടിത്തരാം. ഇതിലൊരു കെമിക്കലും കാര്യമൊന്നുമില്ല മക്കളെ, ഒറിജിനലാണ്. ഞാൻ എവിടേക്ക് കല്യാണത്തിലൊന്നും വിശാഖ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയാണ് തരാം. ഇതിൽ നമുക്ക് ഒരു വിഷമില്ല കൂട്ടുമില്ല ഒന്നുമില്ല. മോര് നല്ല തെളുത കിട്ടും. നമ്മൾ വീട്ടൂട്ട് ഉപ്പേരി വെച്ചും ജ്യൂസ് അടിച്ചും കൂട്ടുന്നല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയാണ് തേച്ചും ഒഴിവില്ല നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഒന്നും ഉണ്ടാക്കണ്ട. ഒരാഴ്ചക്ക് ഉണ്ടാക്കിയാൽ വെച്ച് ഫ്രിഡ്ജിലൊക്കെ കേടില്ല. പക്ഷേ ഇതിക്ക് നമ്മളിപ്പോൾ തൈരോ അച്ചാർവായേ അത് കൂട്ടിനോടെ മൂത്ത തേച്ചൊക്കെ പൊന്നാറിൻ്റെ മക്കളെ ഞാൻ തേച്ച് കാട്ടിയില്ല കണക്കി.